തത്സുകിയുടെ പാളിയ പ്രവചനത്തിന്റെ പുന്നാമ്പുറങ്ങളിൽ നമുക്കുമുണ്ടായിരുന്നു പാളാത്ത പ്രവാചകൻ അയ്യർ ദി ഗ്രേറ്റ്. തത്സുകിയുടെ പാളിപ്പോയ പ്രവചനത്തിന്റെ പിന്നാലെയാണ് ലോകമിപ്പോൾ. എന്നാൽ 1990കളുടെ തുടക്കത്തിൽ സംവിധായകൻ ഭദ്രൻ തന്റെ ചുറ്റുപാടിൽ നിന്നൊരു അവിശ്വസനീയ കഥ കേട്ടു. കോയമ്പത്തൂരിൽ ഒരു വർക്ക്ഷോപ്പ് ജീവനക്കാരന്റെ മകന് ഇടിമിന്നലേറ്റ് മരണവക്രത്തിൽ നിന്ന് തിരിച്ചെത്തിയ ബാലൻ അവിശ്വസനീയമായ ഒരു കഥ പറഞ്ഞു. അടുത്ത നാളുകളിൽ തന്റെ പരിസരത്തൊരു ബാലൻ അവൻ അറിയാത്തൊരു മോഷണക്കുറ്റം ആരോപിച്ച് ജനക്കൂട്ടം അവനെ തല്ലിക്കൊല്ലും. ഇടിമിന്നലിന്റെ ശക്തിയിൽ എന്തോ നഷ്ടമായ ബാലന്റെ ജൽപ്പനമായി വീട്ടുകാരും നാട്ടുകാരും ആ പ്രവചനം തള്ളിക്കളഞ്ഞു. എന്നാൽ 2 ആഴ്ചയ്ക്കകം അവന്റെ പരിസരത്തൊരു ബാലൻ ആ വിധം തച്ചു കൊല്ലപ്പെട്ടതോടെ ബാലൻ പ്രവാചകനും അതീന്ദ്രിയ ജ്ഞാനം കൈവന്നവനുമായി. തമിഴിന്റെ അന്ധവിശ്വാസത്തിന്റെ ആഴം അവനെ പ്രവാചകനാക്കി ഉയർത്തി. ഈ കഥ മനസ്സിൽ കിടന്ന ഭദ്രൻ കളക്ടറും കഥാകാരനുമായ മലയാറ്റൂരിനെ സമീപിച്ച് തിരക്കഥയാക്കാൻ ആവശ്യപ്പെട്ടു. തിരക്കുകൾക്കിടയിൽ മലയാറ്റൂർ ഒരു ഒഴുക്കൻ തിരക്കഥയൊഴുക്കി ഭദ്രന് കൈമാറി. തിരക്കഥയിൽ തൃപ്തി വരാത്ത ഭദ്രൻ രാവും പകലും ഉറക്കമൊഴിഞ്ഞ തിരക്കഥ തന്റെ വഴിക്ക് കൊണ്ടുവന്നു. നടൻ കൂടിയായ രതീഷും ഗുഡ് നൈറ്റ് മോഹനും നിർമ്മാണമേറ്റത്തോടെ അയ്യർ ദി ഗ്രേറ്റ് എന്ന മലയാളത്തിലെ അതീന്ദ്രിയ ജ്ഞാനിയുടെ കഥ അബ്രപാളിയിലെത്തി. മമ്മൂട്ടിയുടെ ക്ഷിപ്രകോപവും ഭദ്രന്റെ ധാരാളിത്തവും നിർമ്മാതാക്കളെ വട്ടം കറക്കിയെങ്കിലും മലയാളം അന്നുവരെ കാണാത്തൊരു ജേണറിൽ അയ്യർ ദി ഗ്രേറ്റ് തിയേറ്ററുകളിലെത്തി. വൈകുണ്ഠം സൂര്യനാരായണ അയ്യർ എന്ന കഥാപാത്രത്തെ മമ്മൂട്ടി അക്ഷരാർത്ഥത്തിൽ അനശ്വരമാക്കി. ദ മാൻ ഹൂ ഫോർസോ ഫ്യൂച്ചർ എന്ന ക്യാപ്ഷനോടെ ചിത്രം അവസാനിക്കുമ്പോൾ ജനം തിയേറ്ററുകളിൽ എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചു. 180 ദിവസം തിയേറ്ററുകളെ ഉത്സവപ്പറമ്പാക്കിയ പ്രവാചകന്റെ ജനനവും മരണവും അയ്യർ ദി ഗ്രേറ്റ് എന്ന പേരുപോലെ ഗ്രേറ്റായി കാലത്തെ അതിജീവിച്ചു ഇന്നും തുടരുന്നു. തത്സുകിയുടെ പ്രവചനം പാളിയെങ്കിലും അയ്യർ മലയാളികളുടെ മനസ്സിൽ ഇപ്പോഴും പാളാത്ത പ്രവാചകനായ അയ്യർ ദി ഗ്രേറ്റ് ആണ്.